നമസ്കാരം പ്രിയമുള്ളവരെ, ആസാദിയുടെ ഗ്ലോബൽ ന്യൂസ് ഡെസ്കിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുകയാണ്. പോപ്പും ട്രംപും തമ്മിൽ ഏറ്റുമുട്ടുന്ന രംഗമാണ് നമ്മൾ ഈ ദിവസങ്ങളിൽ മാധ്യമങ്ങളിൽ കാണുന്നത്. അവരുടെ രണ്ടുപേരുടെയും വാദം കേൾക്കുമ്പോൾ പോപ്പാണോ ശരി അതോ ട്രംപാണോ ശരി എന്ന് നമുക്ക് സംശയം തോന്നിപ്പോകുന്നു. ശരിക്കും പോപ്പിനെ പഠിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അത് അത്ര നല്ല കാര്യമൊന്നുമല്ല. പോപ്പിനെ പഠിപ്പിക്കത്തക്കവണ്ണം ട്രംപ് എന്ന ക്രിസ്ത്യാനി വളർന്നോ എന്നാണ് ആളുകളിപ്പോൾ ചോദിക്കുന്നത്. ഈ പോപ്പും ട്രംപും തമ്മിലുള്ള ഏറ്റുമുട്ടൽ ഇപ്പോഴൊന്നും തുടങ്ങിയതല്ല. കഴിഞ്ഞ വർഷം 2025 മെയ് മാസത്തിൽ പോപ്പിൻ്റെ വസ്ത്രങ്ങളൊക്കെ അണിഞ്ഞ് ട്രംപ് ഒരു AI ചിത്രം തൻ്റെ സോഷ്യൽ മീഡിയ വോളിൽ താൻ പ്രദർശിപ്പിച്ചിരുന്നു. അത് വലിയ വിവാദമായി. പോപ്പിനെ കളിയാക്കുകയാണ് എന്നൊക്കെ കാത്തലിക് ചർച്ച്, അമേരിക്കയിലെ കാത്തലിക് ചർച്ച് ട്രംപിനെതിരെ സംസാരിച്ചു. അതായത് ആ ഒരു പിക്ചർ വന്ന ടൈമിങ്ങും അത്ര ശരിയല്ലായിരുന്നു. കാരണം ഫ്രാൻസിസ് പാപ്പ മരിച്ചതിൻ്റെ 11ാമത്തെ ദിവസമാണ് പോപ്പ് വേഷമൊക്കെ ധരിച്ച് ട്രംപ് സിംഹാസനത്തിലിരിക്കുന്ന ചിത്രമിട്ടത്. പത്രക്കാർ ചോദിച്ചപ്പോൾ പറഞ്ഞു, എനിക്ക് പോപ്പാകണമെന്നാണ് ആഗ്രഹം. എന്താണെങ്കിലും ആ ഒരു ടൈമിംഗ്, ഫ്രാൻസിസ് പാപ്പ അങ്ങോട്ട് മരിച്ചു കഴിഞ്ഞപ്പോൾ ഇതാ ചിത്രം കൊണ്ട് ട്രംപ് വരികയാണ്, എനിക്ക് പോപ്പാകണം. അവിടെ കേവലം ഒരു തമാശ എന്നതിലപ്പുറമായിട്ട് ആശയങ്ങൾ തമ്മിലുള്ള വൈരുദ്ധ്യത്തെ അന്നേ ട്രംപ് ഒന്ന് വിളിച്ചു പറഞ്ഞതാണ്. ഇപ്പം തമ്മിലടിക്കുക മാത്രമല്ല, അല്പം കൂടെ കടന്ന കൈ ട്രംപ് ചെയ്തിരിക്കുന്നു. അടുത്ത AI ചിത്രം, ഇപ്രാവശ്യം AI ചിത്രത്തിന് സാധാരണയായിട്ട് ജീസസ് ക്രൈസ്റ്റിൻ്റെ ചിത്രം വരയ്ക്കുമ്പോൾ ആളുകൾ ഉപയോഗിക്കുന്ന ഒരു കളർ കോഡൊക്കെയുള്ള ഡ്രസ്സിട്ട് ട്രംപിൻ്റെ AI ചിത്രം വന്നിരിക്കുകയാണ്. കൂട്ടത്തിൽ ഈ ട്രംപിൻ്റെ പാസ്റ്റർ എന്ന് പറയുന്ന പോള വൈറ്റ് ഒരു പ്രസ്താവനയും കൂടെ നടത്തി. യേശുക്രിസ്തുവിനെ പോലെയാണ് ട്രംപ്. യേശുക്രിസ്തു മാനവകുലത്തിന് കഷ്ടം സഹിച്ചതുപോലെ അതിലൊക്കെ ഉപരിയായി കഷ്ടം സഹിച്ച ആളാണ് ട്രംപ് എന്ന് ട്രംപിൻ്റെ സ്വന്തം പാസ്റ്റർ പോള വൈറ്റ് ഒരു സർട്ടിഫിക്കറ്റും കൊടുത്തു. ചുരുക്കി പറഞ്ഞാൽ ക്രിസ്തുവിനെക്കാട്ടിൽ കൂടുതൽ മാനവകുലത്തിന് വേണ്ടി കഷ്ടം സഹിച്ച ട്രംപ് ദേ AI ചിത്രം ഉണ്ടാക്കിയിരിക്കുന്നു. യേശുവിൻ്റെ കോസ്റ്റ്യൂമിൽ, അല്ലെങ്കിൽ യേശുവിൻ്റെ ചിത്രങ്ങളിൽ വരുന്ന കോസ്റ്റ്യൂമിൽ. പണ്ട് പാപ്പാടെ കോസ്റ്റ്യൂം ഇട്ടാണ് ചിത്രമിട്ടതെങ്കിൽ ഈ പ്രാവശ്യം കോസ്റ്റ്യൂം യേശുക്രിസ്തുവിൻ്റെ തന്നെ. ഈ ട്രംപ് ക്രിസ്ത്യാനികളുടെ ആളാണ്, ക്രൈസ്തവരുമായിട്ട് നല്ല അടുപ്പമാണ്, ക്രൈസ്തവ വോട്ടുകൾ നേടിയാണ് ജയിച്ചത്. മാത്രമല്ല ട്രംപിൻ്റെ ഒരു പോളിസി തന്നെ ക്രൈസ്തവ ആശയങ്ങൾക്ക് കൂടെ നിൽക്കുക എന്നുള്ളതാണ്. പക്ഷേ യേശുക്രിസ്തുവിനെ പോലെയാണ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ, അല്ലെങ്കിൽ അങ്ങനെ ഒരു ചിത്രം കൊടുത്തു കഴിഞ്ഞപ്പോൾ, ചിത്രത്തിൽ യേശുവിൻ്റെ വസ്ത്രമൊക്കെ ഇട്ടുകൊണ്ട് ട്രംപ് ഒരു വ്യക്തിയുടെ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കുന്ന, അല്ലെങ്കിൽ ഹീലിംഗ് കൊടുക്കുന്ന ഒരു രംഗമാണുള്ളത്. അത് ലാസറിൻ്റെ ഉയർപ്പാണെന്ന് പോലും ആളുകൾ പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ യേശു ചെയ്ത ഏറ്റവും വലിയ മിറക്കിളിലൊന്നാണ് ലാസറിൻ്റെ ഉയർപ്പ്. ആ ലാസറിനെ ഉയർപ്പിച്ചതുപോലെ വലിയ മിറക്കിൾ ചെയ്യാൻ പ്രാപ്തനാണ് ട്രംപ് എന്ന് കാണിക്കുന്ന ഒരു ചിത്രം വിവാദമാകാൻ ഇതിൽ കൂടുതൽ എന്തെങ്കിലും വേണമോ? ട്രംപിനെ ക്രിസ്ത്യൻ മൂല്യങ്ങൾക്ക് വേണ്ടി നിൽക്കുന്നു, ക്രൈസ്തവ ആശയങ്ങൾക്ക് വേണ്ടി നിൽക്കുന്നു എന്ന കാരണത്താൽ അനുകൂലിക്കുന്ന ക്രിസ്ത്യാനികൾ പോലും ഈ ചിത്രം അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റിയിട്ടില്ല, അവർക്കത് സഹിക്കാൻ പറ്റിയിട്ടില്ല. എന്താണെങ്കിലും പോപ്പിനെ ചൊടിപ്പിക്കാനാണെന്ന് പറയുന്നു. കുറേ പ്രസ്താവനകൾ അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടുപേരും പറഞ്ഞു. യുദ്ധത്തെക്കുറിച്ചാണ് പ്രസ്താവനകൾ. ട്രംപിൻ്റെ പക്ഷം ഈ പോപ്പ് ലിബറലാണ്, ഇടത് വഴിക്കൂടാണ് ചിന്തിക്കുന്നത്. അതുകൊണ്ടാണ് പോപ്പ് യുദ്ധത്തെ എതിർക്കുന്നത്. പക്ഷേ മറുഭാഗം ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ ഒരു വലിയ ലീഡർ എന്നറിയപ്പെടുന്ന, കാത്തലിക് ചർച്ചിൻ്റെ സമുന്നത നേതാവ് എന്നറിയപ്പെടുന്ന പോപ്പിന് ഒരു കാരണവശാലും യുദ്ധത്തെ സപ്പോർട്ട് ചെയ്യാൻ കഴിയില്ല. കാരണം പോപ്പെന്നല്ല, ക്രൈസ്തവ ആശയങ്ങൾ ഉള്ളിലുള്ളവർക്കാർക്കും
ഒരു തരത്തിലുള്ള യുദ്ധത്തെയും സപ്പോർട്ട് ചെയ്യുവാൻ കഴിയില്ല. സമാധാനം മാത്രമേ പടവാൻ കഴിയുള്ളൂ. അതാണ് അതിൻ്റെ എത്തിക്കൽ മോറൽ വശമെന്ന് പറയുന്നത്. പോപ്പിന് യുദ്ധം അവസാനിപ്പിക്കണം, സമാധാനമുണ്ടാകണമെന്ന് മാത്രമേ പറയുവാൻ കഴിയുള്ളൂ. പോപ്പിന് മാത്രമല്ല, ഒരു ചെറിയ എളിയ ക്രൈസ്തവ പ്രവർത്തകനായ എനിക്ക് പോലും ഈ യുദ്ധത്തെക്കുറിച്ചുള്ള വീഡിയോകൾ ചെയ്യുമ്പോൾ സമാധാനമുണ്ടാകണമെന്ന് പ്രാർത്ഥിക്കണമെന്ന് പറയാനേ കഴിയുള്ളൂ. അതുകൊണ്ടാണ് നമ്മുടെ വീഡിയോകളിൽ പോലും നമ്മളെപ്പോഴും അത് ആവർത്തിക്കുന്നത്. അതതിൻ്റെ ധാർമ്മിക വശമായി നിൽക്കുമ്പോൾ ഇതിൻ്റെ ഒരു പൊളിറ്റിക്കൽ സൈഡിൽ നിന്നുകൊണ്ട് ട്രംപ് സംസാരിക്കുന്നു. എന്താ ട്രംപ് പറയുന്നത്? യുദ്ധം അവസാനിപ്പിക്കണമെന്ന് പറയുമ്പോൾ യുദ്ധം ആരാണ് അവസാനിപ്പിക്കേണ്ടത്? ട്രംപിൻ്റെ വാദമെന്ന് പറഞ്ഞാൽ, ഒരു ഇടത്ത് ക്രൈം നടക്കുന്നു, ആ ക്രൈമിനെ തടയാനുള്ള ശ്രമമാണ് തൻ്റെ യുദ്ധങ്ങൾ. ഇനിയും അതിൻ്റെ ഒരു അടുത്ത ഭാഗം കൂടെയുണ്ട്. അങ്ങനെ ട്രംപും കൂട്ടരും യുദ്ധം അവസാനിപ്പിച്ച് നിന്നുപോയാൽ പശ്ചിമ ഏഷ്യയുടെ ഭാവി എന്താകും? ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ഇറാനും ഇസ്രയേലും അമേരിക്കയുമൊക്കെ ഉൾപ്പെട്ടു നിൽക്കുന്ന ഈ യുദ്ധത്തിൽ നേരിട്ട് കക്ഷി ചേർന്നില്ല എങ്കിലും പശ്ചിമ ഏഷ്യയിലെ ഈ പറഞ്ഞ അറബ് ദേശങ്ങളൊക്കെ പരോക്ഷമായിട്ട് USA അല്ലെങ്കിൽ അമേരിക്കയെ സപ്പോർട്ട് ചെയ്യുകയാണ്. അമേരിക്കയുടെ സൈനിക താവളങ്ങൾ ഈ പറഞ്ഞ സൗദി അറേബ്യയിലും കുവൈറ്റിലും ഒക്കെയുണ്ട്. എന്തുകൊണ്ടാണ് ഈ അറബ് ദേശങ്ങൾ ഇറാനെ സപ്പോർട്ട് ചെയ്യാതെ അമേരിക്കയെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നത്? അതിന് വളരെ പ്രധാനപ്പെട്ട ഒരു കാരണം ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുള്ളതാണ്. ഈ ഇറാൻ്റെ പൊളിറ്റിക്കൽ ലക്ഷ്യങ്ങൾ, ഇറാൻ്റെ സ്ഥാപിത താല്പര്യങ്ങൾ അറബ് ദേശത്തെ ഒട്ടുമുക്കാൽ സുന്നി മുസ്ലിം വിഭാഗത്തിനും ഭയമുളവാക്കുന്നതാണ്. ഒരുപക്ഷെ സൗദി അറേബ്യയ്ക്കും മറ്റ് ഓയിൽ പ്രൊഡ്യൂസിങ് നേഷൻസിനും ഇറാൻ ആ ദേശത്ത് സ്ഥാപിക്കുവാൻ ശ്രമിക്കുന്ന അപ്പർ ഹാൻഡ് അത് വലിയ ഭയം ഉളവാക്കുന്നു. പണ്ട് സദാം ഹുസൈൻ്റെ ഇറാഖ് ചെയ്തതുപോലെ ബാക്കി അറബ് ദേശങ്ങളെ അങ്ങ് വിഴുങ്ങാം എന്ന് ഇറാൻ ആഗ്രഹിച്ചാലോ എന്ന ഒരു ഭയം ഈ അറബ് ദേശങ്ങൾക്കുണ്ട്. ഇത് സ്വാഭാവികമായിട്ടും അങ്ങ് ദൂരെയിരിക്കുന്ന നമ്മളെപ്പോലുള്ളവർക്ക് മനസ്സിലാകുകയില്ല. അത് മനസ്സിലാകുന്നത് ശരിക്കും ഈ വിഷയങ്ങളുടെ എപ്പിക് സെൻറ്ററിൽ ഇരിക്കുന്ന, അല്ലെങ്കിൽ മധ്യ പൗരസ്ത്യ ദേശം, മിഡിൽ ഈസ്റ്റ്, ആ ഭൂവിഭാഗത്തിലുള്ള രാജ്യങ്ങൾക്കാണ്. അവിടുത്തെ ജിയോ പൊളിറ്റിക്സ് നമ്മളെക്കാട്ടിലും അറിയാവുന്ന രാജ്യങ്ങൾക്കാണ് ഈ ഇറാൻ്റെ പോലെയുള്ള രാജ്യങ്ങളുടെ ലക്ഷ്യങ്ങൾ എന്താണെന്ന് ശരിക്കും തിരിച്ചറിയുവാൻ കഴിയുന്നത്. അതുകൊണ്ടാണ് നമ്മളെപ്പോലുള്ളവർക്ക് അത്ഭുതം തോന്നുന്നത്, എന്തുകൊണ്ടാണ് ഈ അറബ് ദേശങ്ങൾ, ഒന്നുകൂടെ തെളിച്ചു പറഞ്ഞാൽ മുസ്ലിം ദേശങ്ങൾ, എന്തുകൊണ്ടാണ് ഇസ്രയേലോ അമേരിക്കയോ ഒക്കെ നിൽക്കുന്ന ഒരു യുദ്ധത്തിൽ അവരുടെ ഭാഗം ചേർന്ന് നിൽക്കുന്നത്? അത് സ്വാഭാവികമല്ലല്ലോ എന്ന് നമുക്കൊരു പക്ഷേ ചിന്തയുണ്ടാകാം. അതിൻ്റെ കാരണം നമുക്കറിയാത്ത ജിയോ പൊളിറ്റിക്സിൻ്റെ അന്തർഗതങ്ങൾ, അന്തർധാരകൾ ആ രാഷ്ട്രങ്ങളിലുള്ള ഭരണകർത്താക്കന്മാർക്ക് നന്നായിട്ടറിയാം. ഈ യുദ്ധം അവരുടെ ഒരു നിലനിൽപ്പിന് തന്നെ പ്രശ്നമാണെന്ന് അവർക്ക് നന്നായിട്ടറിയാം. പ്രത്യേകിച്ചും ഇപ്പോൾ നമ്മളൊക്കെ കേൾക്കുന്ന ആ ഇറാൻ്റെ ഒമാൻ്റെ ഒക്കെ ഇടയിലൂടെയുള്ള ആ ഹോർമുസ് കടലിടുക്ക്, ആ കടലിടുക്കിലൂടെ സ്വതന്ത്രമായി കപ്പലുകളുടെ ഗതാഗതങ്ങൾ നടന്നുകൊണ്ടിരുന്നു. പക്ഷേ ഇപ്പോൾ പെട്ടെന്ന് ഇറാൻ അവിടെ അധികാരങ്ങൾ സ്ഥാപിച്ചിരിക്കുകയാണ്. മാത്രമല്ല, ആ കടലിടുക്കിലൂടെ ഇനിയും ഭാവിയിൽ കടന്നു പോകുന്ന കപ്പലുകളിൽ നിന്ന് ചുങ്കം പിരിക്കാനുള്ള വലിയ അധികാരങ്ങളാണ് ഇറാൻ ചോദിക്കുന്നത്. നമ്മൾ മനസ്സിലാക്കണം, ഇത് കേവലം ഇറാൻ്റെ കയ്യിൽ മാത്രമുള്ളൊരു കടലിടുക്കല്ല. അതിൻ്റെ ഒരു ഭാഗം ഒമാനും മറ്റുമാണ്. പക്ഷേ ഇന്ന് വരെ ഉണ്ടായിരുന്ന ഒരു സ്വാതന്ത്ര്യത്തെ ഹനിച്ചുകൊണ്ട് ഇറാൻ അവിടെ അപ്പർ ഹാൻഡ് സ്ഥാപിക്കാൻ ശ്രമിക്കുമ്പോൾ മുഴുവൻ ഗൾഫ് രാജ്യങ്ങളുടെയും വാണിജ്യ താല്പര്യങ്ങളെ അത് വെല്ലുവിളിക്കുകയാണ്. അങ്ങനെ ചില നമ്മൾ കാണാത്ത പ്രശ്നങ്ങൾ
ഈ യുദ്ധത്തിനകത്തുണ്ട്. ട്രംപും കൂട്ടരും പോപ്പ് പറയുന്നത് കേട്ടിട്ട് ഓൾ ഓഫ് എ സഡൻ യുദ്ധം നിർത്തി പോയാൽ മറുഭാഗത്ത് എന്താണ് സംഭവിക്കുന്നത്? ഈ അറബ് രാജ്യങ്ങൾ ഭയപ്പെടുന്നു ഇറാൻ കൂടുതൽ തീവ്രമാകുന്ന ഒരു തരത്തിലുള്ള അധികാരങ്ങൾ സ്ഥാപിക്കുമെന്നും അത് മുഴുവൻ മിഡിൽ ഈസ്റ്റിൻ്റെ എക്കണോമിക്ക് ക്ഷീണമാകുമെന്നും ഭയപ്പെടുന്നു. ശരിക്കും പറഞ്ഞാൽ ട്രംപിനിപ്പോൾ യുദ്ധം നിർത്താനും വയ്യ, യുദ്ധം മുൻപോട്ട് കൊണ്ടുപോകാനും വയ്യ എന്ന ഒരു സിറ്റുവേഷനിലാണ്. അവിടെയാണ് പോപ്പ് പറയുന്നത് യുദ്ധം നിർത്തണം, സമാധാനമുണ്ടാകണം. ഇവിടെ പിന്നെയും ഒരു ചോദ്യം ഉയരുന്നു. പോപ്പ് ശരിക്കും ആരോടാണ് യുദ്ധം വേണ്ട, സമാധാനം മതി എന്ന് പറയുന്നത്? അമേരിക്കയോടാണോ പോപ്പിൻ്റെ ഈ ഒരു ആവശ്യപ്പെടൽ? ലോക ക്രൈസ്തവർ തന്നെ ഈ വിഷയത്തെക്കുറിച്ച് രണ്ട് തരത്തിലാണ് അഭിപ്രായം പറയുന്നത്. ഒരു കൂട്ടർ ചോദിക്കുന്നു, ട്രംപ് മാത്രം യുദ്ധം നിർത്തിയാൽ പോരല്ലോ, അപ്പുറത്തും ഇറാനും അവിടെയും പ്രശ്നങ്ങളില്ലേ? അപ്പോൾ യുദ്ധം നിർത്തേണ്ടതാരാണ്? രണ്ടുപേരുമാണ്. ഇവിടെ ട്രംപ് വെടിനിർത്തൽ പ്രഖ്യാപിക്കുമ്പോൾ അപ്പുറത്ത് ഇറാൻ ജയിച്ചെന്ന് പറഞ്ഞ് ആഘോഷിക്കുകയും ട്രംപിനെ പിന്നെയും ചൊടിപ്പിക്കുകയും ചെയ്ത്, അതായത് യുദ്ധം നിർത്തിയ ട്രംപ് പിന്നെയും ആയുധം എടുക്കട്ടെ എന്ന തരത്തിൽ വലിയ വികാരപ്രകടനങ്ങൾ ഒക്കെ നടത്തി. ശരിക്കും പറഞ്ഞാൽ യുദ്ധം ഞങ്ങൾക്ക് നിർത്തണ്ട എന്നൊരു അഭിപ്രായത്തിൽ ഇറാൻ പോകുമ്പോൾ ആളുകളുടെ ചോദ്യം, ക്രൈസ്തവരിൽ ഒരു കൂട്ടത്തിൻ്റെ ചോദ്യം, പോപ്പിൻ്റെ പ്രസ്താവന കേവലം ട്രംപിനോട് മാത്രമാണോ, അതോ ഇതിൽ ഇൻവോൾവ് ആയിട്ടുള്ള എല്ലാ പാർട്ടീസിനോടുമാണോ? ഇസ്രായേൽ യുദ്ധം നിർത്തണ്ടേ? ഇറാൻ യുദ്ധം നിർത്തണ്ടേ? അമേരിക്ക യുദ്ധം നിർത്തണ്ടേ? യുദ്ധം നിർത്തുക എന്ന് പറയുമ്പോൾ അത് അമേരിക്ക ആണ് ഇപ്പോൾ ആക്രമിച്ചു കൊണ്ടിരുന്നത്, അതുകൊണ്ട് അവർ മാത്രം നിർത്തുകയെന്നാണോ പോപ്പ് ആവശ്യപ്പെടുന്നത്? അങ്ങനെയാണെങ്കിൽ പോപ്പ് ഏതെങ്കിലും ഒരു പക്ഷം പിടിച്ച് സംസാരിക്കുന്നു എന്നൊരു ധാരണ പുറത്തേക്ക് വരുന്നു. അവിടെയാണ് പ്രശ്നം. അവിടെയാണ് ട്രംപ് കയറി പോപ്പിനോട് എതിരായി സംസാരിക്കുന്നത്. ശരിക്കും പോപ്പിന് ഈ വിഷയത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു റോൾ വഹിക്കുവാൻ കഴിയും. അതായത് പാകിസ്ഥാനിലൊക്കെ വന്ന് ചർച്ച ചെയ്യുന്നതിലും എത്രയോ നല്ലതായിരുന്നു, എളുപ്പമായിരുന്നു ഈ രാഷ്ട്രങ്ങളെയെല്ലാം ഒരു മേശയ്ക്ക് ചുറ്റുമിരുത്തി പോപ്പിന് യുദ്ധം നിർത്താനുള്ള ഒരു ഇടപാട്, ഒരു ചർച്ച ഒക്കെ നടത്തുവാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ. അങ്ങനെ ഒരു നീക്കം ഉണ്ടായില്ല എന്ന് മാത്രമല്ല, മറിച്ച് അമേരിക്കക്കാരനായ പ്രസിഡൻറ്റും അമേരിക്കൻ ഒറിജിനുള്ള പോപ്പും തമ്മിൽ ഇപ്പോൾ നല്ല ആർഗ്യുമെൻറ്റിലാണ്. രണ്ടുപേരും ശരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും അകന്നു എന്ന് പറയാം. ഇവിടെ നമ്മൾ മനസ്സിലാക്കണം, പോപ്പ് കേവലം ഒരു ആധ്യാത്മിക നേതാവ് മാത്രമല്ല, ഒരു രാഷ്ട്രത്തിൻ്റെ രാഷ്ട്രപിതാവ് കൂടിയാണ് എന്ന് നാം മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെയാണ് പോപ്പിൻ്റെ വാക്കുകൾക്ക് ഒരു ആത്മീക നേതാവിൻ്റെ വാക്കുകളെക്കാൾ അപ്പുറമാകുന്ന ഒരു പ്രാധാന്യം ഉണ്ടാകുന്നത്. എന്താണെങ്കിലും ആസാദി ഗ്ലോബൽ ന്യൂസ് ഡെസ്കിന് പറയാനുള്ളത്, ഇത്തരം വാദപ്രതിവാദങ്ങൾ അത് ആശ്വാസ്യമല്ല. പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ എല്ലാ രാഷ്ട്രങ്ങളെയും ഒന്നിച്ചിരുത്തി നാളെ ഞാൻ ജയിച്ചു നീ തോറ്റു എന്നൊക്കെ വിളിച്ചു പറയുന്ന, സമാധാനം ഒരിക്കലും ഉണ്ടാകാൻ ആഗ്രഹിക്കാത്ത തരത്തിലുള്ള വാഗ്വാദങ്ങളും വാക്പോരുകളും ഒഴിവാക്കുന്ന സമന്വയത്തിൻ്റെ, ഒരു സമാധാനത്തിൻ്റെ ഒരു വട്ടമേശ സമ്മേളനം പോപ്പിനെ പോലെ ആരെങ്കിലും ചെയ്തിരുന്നെങ്കിൽ എന്ന് നമ്മളങ്ങ് ആശിച്ചു പോവുകയാണ്. യുദ്ധങ്ങളിൽ ആരും ജയിക്കുന്നില്ല. യുദ്ധങ്ങളിൽ കുറേ മനുഷ്യർക്ക് സങ്കടങ്ങൾ വരുന്നു, കുറേ മനുഷ്യർക്ക് നഷ്ടങ്ങൾ വരുന്നു. യുദ്ധങ്ങളിലല്ലാതെ ആരും ജയിക്കുന്നില്ല. തോൽക്കുന്നത് മാനവികതയാണ്,
മാനവകുലമാണെന്ന് പറഞ്ഞുകൊണ്ട് ഈ ന്യൂസ് ബുള്ളറ്റിനോട് അവസാനിപ്പിക്കുകയാണ്. ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. ഗാഡ് ബ്ലെസ് യു ഓൾ.